കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയ സമയത്ത് ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്ക് കണക്ഷൻ വഴിയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം ന്യൂയോർക്കിൽ എന്നെ ഹോസ്റ്റ് ചെയ്ത ഒരു അടിപൊളി ഒരു മലയാളി കുടുംബത്തെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അമേരിക്കൻ മലയാളികൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് നമുക്ക് കാണാം. നിങ്ങൾ യു എസിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെക്കിൻ ബാഗേജ്. കാരണം നിങ്ങൾ നാട്ടിലത്തെ പോലെയുണ്ട്, ഇവിടുത്തെ എയർലൈൻ കമ്പനികൾ ഭയങ്കരമായിട്ട് നമ്മളിട്ട് പറ്റിക്കും. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ നാട്ടിലേക്കും കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറ്റിക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കാതെ വേഗം ബോർഡിംഗ് പാസ് കിട്ടാൻ എക്സ്ട്രാ പേയ്മെൻറ്റ്. അതുപോലെ ലഗേജ് ഇല്ലാണ്ട് ടിക്കറ്റ് തരുമോ, ലഗേജ് വേണമെന്ന് ഹാൻഡ് ബാഗേജ് വേണമെന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ്. അതിൻ്റെ ലഗേജിൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ നമുക്ക് ഒരു ബോക്സാണ് 2 ബോക്സാണ്, ചിലപ്പോൾ 2 ബോക്സ് അവിടെ ഉണ്ടാവും, മൂന്നാമതാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ്. ഭക്ഷണത്തിന് എക്സ്ട്രാ പേയ്മെൻറ്റ്, നല്ല സീറ്റുകൾ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ്. ലഗേജ് നമ്മൾ ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ലഗേജ് ആദ്യം കിട്ടണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങും. ഇവിടുന്നാണ് തുടങ്ങിയത്. ഇപ്പം നാട്ടിലത്തെ എയർലൈൻ കമ്പനീസൊക്കെ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആപ്പ് വഴിയൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലഗേജ് മെയിനായിട്ട് കെയർ ചെയ്യുക. നിങ്ങൾ ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്യുമ്പം അവർ ലഗേജ് വിത്ത് ലഗേജാണ് അവർ നിങ്ങൾക്ക് പ്രൈസ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പം അതിൽ ചിലപ്പോൾ ട്രാവൽ ഏജൻസിയിൽ കാണിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ് കാണിക്കും. പക്ഷേ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ലഗേജ് കുറക്കും. അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് എന്നുള്ള സംഭവം ഒഴിവാക്കി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കും ടിക്കറ്റ് എടുപ്പിച്ചു, അല്ലെങ്കിൽ തണ്ടും. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഒരുപാട് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മാസിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിരുന്നു. പക്ഷേ അത് ഞാൻ ഇവിടുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ $40 എക്സ്ട്രാ കൊടുത്തിട്ട് എനിക്ക് ലഗേജ് എടുക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ സാധനത്തിൻ്റെ വില നാട്ടിലത്തെ വിലയൊക്കെ ഏകദേശം സെയിം ചെയ്യും. അപ്പം നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തത് വാങ്ങാതിരുന്നത്. കാരണം ബുദ്ധിപൂർവ്വം നമ്മൾ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ പൈസ പോകും. നമ്മൾ പെട്ടെന്ന് എടുത്തിയായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നലെ ആ സാധനങ്ങൾ നോക്കി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി ബാഗിലിട്ടിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു, അത് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾ US, യൂറോപ്പ്, UK ഇതുപോലുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ബൈ ബൈ എനിക്ക് അറിയുന്നില്ല, അടുത്ത പ്രാവശ്യം വരെ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അടുത്ത പ്രാവശ്യം വരുമെന്ന്. ഉറപ്പല്ലേ? അടിപൊളി അടിപൊളി. എന്തായാലും നമ്മൾ ഇനിയും വരും കേട്ടോ. അടുത്ത പ്രാവശ്യം വരും, അടുത്ത പ്രാവശ്യം അതിന് അപ്പുറത്തെ പ്രാവശ്യം ഒക്കെ വരും. ഓക്കെ. അപ്പോൾ നല്ല ഫ്രെയിമാണല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ഫ്രെയിമാണല്ലോ, നോക്കിയാൽ. അപ്പോൾ ടാറ്റ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി നേരെ ഉള്ളിൽ പോയിട്ട് ചെക്കിൻ ചെയ്യാം. ഞാനിപ്പോൾ ഗേറ്റിലെത്തി. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉള്ളിൽ കയറി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് സമയം പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കറക്റ്റാണ് വീഡിയോ കാണിച്ചത്. സെയിം ചിക്കാഗോ എയർപോർട്ടിൽ. ഇത്തവണ നേരത്തെ വെച്ചിട്ടുണ്ട്, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഈ ഗേറ്റിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ പെട്ടിയാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നത് എന്താ സാധനം എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരു വൈബ്രേറ്ററാണ്, മസാജിനാണ്. ഇതിൻ്റെ ഇതൊക്കെ കാണിച്ചത് ഇന്ന് കണ്ടാൽ മതി, ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഇവിടുത്തെ സമയം 5:45, 6:35 ഫ്ലൈറ്റ്. ന്യൂയോർക്കിൽ നമ്മൾ ഫോളോവർ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ഫോണിലൂടെ കോൺവെർസേഷൻ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ വന്ന ബ്രോ ഇപ്പം നാട്ടിലുള്ളത് ഫാമിലിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ സീറ്റിലെത്തി. സമയം ഇപ്പോൾ 6:30 ആവാറായി. കുഞ്ഞ് ഫ്ലൈറ്റാണ്, 2 സീറ്റേ ഉള്ളൂ. അതോ കുഞ്ഞ് ഫ്ലൈറ്റ്സാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ണൂർ ടു കൊച്ചിയൊക്കെ ഇൻഡിഗോ ഇതേ ഫ്ലൈറ്റിൽ സർവീസ് നടത്തുന്നുണ്ട്. അവർ ബാക്കിൽ നിന്ന് അളക്കില്ല, പക്ഷേ ഇതിന് ഫ്രണ്ട് നിന്നിട്ട് അളക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ സീറ്റ് 17 ഒറ്റ ബാക്കില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കംഫർട്ടാണ്, സെറ്റിലാണ്. പുറത്ത് നല്ല വെതറാണ്. സമയം ഇപ്പം 6:25 ആയി. അപ്പോൾ നമുക്കതിന് നല്ലൊരു ഫ്ലൈ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. Folks, part of this is going to require us to power down the airplane completely, so we're going to go dark here for about 30 seconds or so, and that's just the old reset procedure here to see if this message actually clears out, and it's just a nuisance, but bear with us on this one. We appreciate your patience. കണ്ടൊക്കെ ശരിയാട്ടോ, വേറെ ഒന്നുമില്ല. ആദ്യം നമ്മളോട് വണ്ടീൻ്റെ ഒരു എഞ്ചിന് സ്റ്റാർട്ടാക്കാൻ എന്തോ ഒരു സാധനം കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് എഞ്ചിന് സ്റ്റാർട്ടാക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും തന്നെ. അപ്പോൾ എഞ്ചിനൊക്കെ സ്റ്റാർട്ടാക്കി. ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ എഞ്ചിന് കംപ്ലയിൻറ്റ് ശരിയായിട്ടില്ല, മെക്കാനിക്കൽ വരുന്നുണ്ട്. അവർ വരുന്നവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് വെയിറ്റ് ചെയ്തു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പവർ ഓഫ് ആവും. എന്ന് വെച്ചാൽ മൊബൈലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ കാറിനൊക്കെ താക്കോൽ ഓഫാക്കിയിട്ട് ഓൺ ആക്കില്ല, അതുപോലെ കംപ്ലീറ്റ് പവർ ഔട്ട് ആക്കിയിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പഠിച്ചോലെ പറക്കുന്നിടത്തൊന്നും കംപ്ലയിൻറ്റ് തോന്നി. ഇപ്പം എന്നെ പേടി. പവർ ഓണാക്കി ഇനി ഒരു സൗണ്ട് വരാനുണ്ട്. ഇപ്പം സൗണ്ട് ഞാൻ എയർപോർട്ടൊക്കെ വെച്ചിരിക്കുന്നതിനറിയോ, എനിക്ക് എയർപോർട്ടിൽ പ്രത്യേകിച്ച് പാട്ട് കാര്യങ്ങളൊന്നുമില്ല. ആ സൗണ്ട് വരുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർപോർട്ട് വെച്ചിട്ടുള്ളത്. ജാക്കറ്റൊക്കെ കഴിച്ചു, കാരണം ചൂടെടുക്കുന്നത് നല്ല പോലെ. എന്തൊക്കെയോ സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്.
നിൽക്കുന്നുണ്ട്. പൊങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊങ്ങും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാണ്. എനിക്ക് വേണം തണുപ്പ് ഫീൽ ആകുന്നു കേട്ടോ. ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ മുകളിൽ നിന്ന് കുലുക്കി താഴെ വീണിട്ടൊന്നുമില്ല. ടർബുലൻസും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും നമുക്ക് ഇത്രയും ദൂരം ഫ്ലൈ ചെയ്തിട്ട് ന്യൂയോർക്കിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേഗം അറിയാൻ പറ്റും. കാരണം നല്ല വെളിച്ചമാണ്. എനിക്കൊന്ന് US-ലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ന്യൂയോർക്ക്. പണ്ട് കാലങ്ങളിലെ ഇവിടെ ഈ തുറമുഖങ്ങൾ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുവഴി നടന്നത്. അപ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ നമുക്ക് ലൈറ്റ്സിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഈ US-ൽ ഞാൻ കണ്ടിടത്തോളം എയർപോർട്ടുകളിൽ നമ്മൾ ഏത് വഴിയാണ് കയറുന്നത് ആ വഴി തന്നെ ഇട്ട് ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അറൈവലും ഡിപ്പാർച്ചലും വേറെ വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് ഇന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാം അതേ ഫ്ലൈറ്റ് പോകുന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നാട്ടിലാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യും, അല്ല ഗ്ലാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിവൈഡ് ഒന്നുമില്ല. നമ്മൾ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിയവർക്കെല്ലാം ഷാർജ എയർപോർട്ടിലുള്ളത് പോലത്തെ സെയിം സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പം ബാഗേജ് ക്ലെയിമിലേക്കാണ് പോകേണ്ടത്. ഗേറ്റ് നമ്പർ കുറേ നടക്കാണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ അക്കരെ സിനിമയിലെ ദാസനും വിജയൻ എപ്പോഴും അമേരിക്കയിലെ എയർപോർട്ടിൽ വരുമ്പോൾ ഓർമ്മയുണ്ടോ, സാധനം കയ്യിലുണ്ടോ എന്നുള്ളത്. ഞാനങ്ങനെ പുറത്തിറങ്ങി. ഇന്ന് വേറെ കാര്യം നടന്നു. കാരണം ഞാൻ 10 ദിവസം റോമിങ്ങിൻ്റെ പാക്കേജിന് എടുത്തത് കറക്റ്റ് ഇന്നലത്തേക്ക് തീർന്നു. അപ്പോൾ എനിക്ക് നെറ്റില്ല. അപ്പോൾ ഞാൻ നമ്മളെ കൂട്ടാൻ വന്ന ബ്രോ ഒന്ന് പേര് പറഞ്ഞു. അഖിൽ ബ്രോൻ്റെ നാട്ടിൽ വീട് എവിടെയാണ്? നാട്ടിലാകുക എറണാകുളംകാരനാണ്. അപ്പം പുള്ളി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, US-കാരാണ്. പുള്ളിയാണ് എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓക്കെ നമുക്ക് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീറ്റിംഗ് ഒക്കെ പ്ലാൻ ആക്കി. ഓക്കെ, അത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അങ്ങനെ ഞാൻ ടെർമിനലിൽ പുറത്തിറങ്ങി എൻ്റെ നെറ്റങ്ങ് പോയി. പുള്ളി എന്നോട് പറഞ്ഞത് C1 അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി നടന്ന് C1 തപ്പിയെടുത്ത് നോക്കുമ്പോൾ ആളിങ്ങനെ ഹൈ ആക്കുന്നു. എൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പം നമ്മൾ നേരെ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോണത്. നമുക്ക് നാളെ രാവിലെ ഫ്ലൈറ്റ്. പിന്നെ ഈ വണ്ടി ഇത് ലെക്സസ് ഏതാ മോഡൽ ബ്രോ? ഇത് TX 350. ലെക്സസിൻ്റെ TX 350 എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ കാണുന്നത് തന്നെ. ഇത് കംപ്ലീറ്റ് ഇത് 2024 വേർഷനാണ്, പുതിയ ലോഞ്ച് ആയെന്നാണ് പറയുന്നത്. ഇതിൽ ടെക്നോളജി കാര്യങ്ങൾ ഇതൊക്കെ ഒരു നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂപ്പർ കേട്ടോ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു US-ലായിരിക്കും ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടാവുക. കാരണം ഞാൻ ദുബായിലൊന്നും കണ്ടിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പം എന്തായാലും ദുബായിലൊക്കെ ഈ വണ്ടി വരുന്നു പ്രതീക്ഷിക്കാം. മോർണിംഗ് 7 രാവിലെ 8 മണിയായി. ആക്ച്വലി ഞാൻ നമ്മുടെ അഖിൽ ബ്രോൻ്റെ വീട്ടിലുള്ളത്. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ടൈം സോൺ ചേഞ്ച് ആയി. പിന്നെയും നമ്മൾ 1 hour ഫ്രണ്ടിലേക്കായി. അപ്പം ഞാനത് ഓർക്കുന്നില്ല. ഞാൻ കാറിൽ നിന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പകുതി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലെത്തി നല്ല അടിപൊളി ചോറും പരിപ്പ് കറിയും നല്ല ചെമ്മീൻ്റെ കറിയൊക്കെ കഴിച്ചു. നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു, കഴിച്ചു. അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഇതാണ് പുള്ളിയുടെ വീടെന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അമേസിങ് ആയിപ്പോയി. കാരണം ഈ ഒരു ലൊക്കേഷൻ കണ്ടു നമ്മൾ കാലിഫോർണിയയിൽ നമ്മൾ ബെവർലി ഹിൽസൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ലൊക്കേഷൻ കണ്ടിരുന്നു. അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ലൊക്കേഷൻ കേട്ടോ. ഫുള്ള് എന്താ പറയുക പച്ചപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നോക്കി നിങ്ങൾ. ഇതാണ് ഇവരുടെ വീടിൻ്റെ ഏരിയ. ഞാൻ US-ൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ലൊക്കേഷനും സൂപ്പർ വീട് കേട്ടോ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വീടായത്. ഇപ്പം ഇവിടെ മാനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ബാക്ക് യാർഡിലൊക്കെ മാനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മാൻ വരും. ഇവിടുത്തെ ഏത് മോഡലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് നമുക്കിവിടെ തൊടാനോ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനോ ഒന്നും പാടില്ലെന്ന് അവർ പറയുന്നത്. ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും അതിനെ ഉപദ്രവിക്കാത്തതുകൊണ്ട് തന്നെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഫുള്ള് മാനുകളാണ്. നിങ്ങൾ ആലോചിച്ച് രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ബാക്ക് യാർഡിൽ മാനുകൾ കാര്യങ്ങൾ, അതൊരു നല്ല ഫീൽ കേട്ടോ. ഇറ്റ്സ് എൻ അമേസിങ്. പോവാം. ഈ വണ്ടി ഇന്നലെ രാത്രി എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. നോക്കി നിങ്ങൾ, ഇതാണ് ഇതിൻ്റെ. ഓക്കെ, ഇത് പിന്നെ ഇവർ പറഞ്ഞ ബേസ് മോഡലാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ബേസ് മോഡലിൽ എല്ലാവരും സെറ്റപ്പും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക ബേസ് മോഡലാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലൊക്കെ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പുറകിലിരിക്കുന്നോ ഫ്രണ്ടിലിരിക്കുന്നോ? ഞാൻ ഫ്രണ്ടിലിരിക്കാം. അപ്പം എനിക്ക് വീഡിയോ എടുക്കാം. ഹായ്, ഒന്ന് പരിചയപ്പെട്ടിക്കോ. ഹൈ ഒക്കെ പറഞ്ഞു. ഹലോ, ഹരി. ആ പുള്ളിയുടെ ഫാദറാണേ.
ഫാദറാണെന്ന് പറഞ്ഞതാ. ഞങ്ങൾ രാവിലെ ഒരു ലോങ് കോൺവെർസേഷൻ കഴിഞ്ഞു. കാരണം നമുക്ക് US ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു ആളാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ? ഏകദേശം 40. ഭയങ്കര എക്സ്പീരിയൻസിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. നമുക്ക് ഇതുപോലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും തലയിൽ. അതിങ്ങനെ നമ്മളെ തലച്ചോറിൽ ഫീഡാവും. ഇപ്പം നാളെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഡിസ്കഷനിലിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. അന്ന് അവർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. കാരണം ഇവർ പറയുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കി കീവേഡ് നോക്കിയിട്ട് നോക്കുന്ന പോലെയല്ല കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പി. നോക്കി നിങ്ങൾ ഈ പോകുന്ന ലൊക്കേഷൻ നോക്കിയാൽ ഈ ഏരിയയുടെ പേരെന്താ ബ്രോ? ഫെയർഫീൽഡ്. ഫെയർ ഫീൽഡ്, പേര് പോലെ തന്നെ ഫെയർ ഫീൽഡ്. ഫീൽഡ് എന്ന് വെച്ചാൽ മൈതാനം, ഫെയർ എന്ന് വെച്ചാൽ അടിപൊളി. അപ്പം അടിപൊളി മൈതാനം. ഇവിടെ ഏത് കാറ്റഗറീസിൽ ആൾക്കാരെ ശരിക്കും കാണിക്കുന്നത്? ഇംഗ്ലീഷ് ആണോ, മീൻസ് ഇവിടുത്തെ ലോക്കൽസിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ആണോ? ഇത് ഈ ഏരിയ പ്രോബബ്ലി അമേരിക്കൻസാണ് കൂടുതൽ. ഒരു മലയാളി ഫാമിലി ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അല്ലാതെ ഇന്ത്യൻസ് നമ്മൾ ഈ ഏരിയയിൽ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, കുറവാണ്. ഇവിടുന്ന് കുറച്ച് മാറി പാർസിപ്പനി എന്ന സ്ഥലമുണ്ട്, അവിടെ ഇന്ത്യൻസും. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നുകൂടി പറഞ്ഞ. പാർസിപ്പനി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ന്യൂജേഴ്സിയിലൊക്കെ പോയാൽ നമ്മൾ ആ പേര് പറഞ്ഞിരുന്നു കേട്ടോ, ഒരുപാട് കേട്ടിരുന്നു. അപ്പം സോ ഇപ്പം നമ്മൾ എയർപോർട്ടിലാണ് പോണത്. എൻ്റെ ഫ്ലൈറ്റ് 11:30 എനിക്കൊരു 9 മണിക്ക് എത്തണം. ഇപ്പം 8 മണി ആവാറായി. 1 hour ഇവിടുന്ന് ഇപ്പം ന്യൂയോർക്ക് ബ്രിഡ്ജിലേക്ക് എനിക്ക് തോന്നുന്നു 30 minutes ഡ്രൈവ് മാത്രമേ ഉള്ളൂ അല്ലേ ബ്രോ? ബ്രിഡ്ജിനോട് വരെ 30 minutes ഡ്രൈവേ ഉള്ളൂ. ബ്രിഡ്ജ് പിന്നെ തിരക്കനുസരിച്ചിട്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. ഇത് ഒരു UK ഫീലാണ് നമുക്ക്. ഇപ്പോൾ എന്താണ് സീസൺ ഇവിടെ? ഇപ്പം സമ്മർ കഴിഞ്ഞു. സമ്മർ ആവുന്നു. ഓക്കെ. സോറി, വിന്റർ കഴിഞ്ഞു സമ്മറിലോട്ട് പോകുന്നു. സ്പ്രിംഗ് സീസണിലാണ്. അപ്പോൾ ഇനി നല്ല കളർഫുള്ളാണ് കുറച്ച് കഴിഞ്ഞാൽ. ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇലകളൊക്കെ വരും. ഈ മരത്തെ ഉണങ്ങി നിൽക്കുന്ന മരമില്ലേ, എല്ലാം നല്ല ലൈവ് ട്രീസ് ആണ്. ഓക്കെ. അതല്ല ഇപ്പം ഇലകളൊന്നും വന്നിട്ടില്ല. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വരും എല്ലാം. ഞാൻ ചോദിക്കട്ടെ, ഒരു 40 വർഷത്തെ ഗ്യാപ്പിൽ US എന്താണ് മാറ്റങ്ങൾ വന്നത്? ഇപ്പൊ ഇന്ത്യക്കാർ വരുന്നതിലും അല്ലെങ്കിൽ മലയാളികൾ വരുന്നതിലൊക്കെ ആയിട്ട് എന്താണ് മാറ്റങ്ങൾ? ഇവിടെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വരുന്നതിൽ ആദ്യത്തെ ഉള്ളതിൽ വ്യത്യാസമായിട്ട് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക്. പിന്നെ നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ മനുഷ്യരുള്ളിടത്തെല്ലാം ഉണ്ടല്ലോ ഒരു വ്യത്യാസമുണ്ട്. ഒരു കോംപ്ലക്സുകൾ, ഡിസ്ക്രിമിനേഷൻ, അതിനെല്ലാം ഒത്തിരി വ്യത്യാസം ഉള്ള ഒരു സ്ഥലമാണ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നാളെ ഒരു ഫാമിലി US അവർക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ US വന്ന് താമസിക്കാനും സെറ്റിൽ ചെയ്യാനും ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പല വിധത്തിൽ. അപ്പോൾ നിയമപരമായിട്ടായിരിക്കും, നിയമവിരുദ്ധമായിട്ടായിരിക്കും. കാരണം പലരും ഇപ്പോൾ ബോർഡർ, മെക്സിക്കൻ എന്നൊക്കെ ബോർഡർ കടന്നിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തോ ആവട്ടെ, US വരാൻ ഉദ്ദേശിക്കുന്ന ഫാമിലീസിനോട് ഇത്ര വർഷത്തെ 40 years ഓഫ് എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ടൈം ഒരാൾ ഇവിടെ കാണുന്നത്, എന്താണ് അവരോട് പറയാനുള്ളത്? ഇവിടെ എല്ലാം ലീഗലായിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആണെങ്കിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ഇല്ലീഗലാണ്. എന്തായാലും ലീഗലായിട്ടുള്ള എല്ലാം അങ്ങനെയാണ് ഇവിടുത്തെ ജീവിത രീതി. നമുക്കിപ്പോൾ മെഡിക്കൽ ആണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും നമുക്ക് മെഡിക്കൽസിനൊക്കെ ഭയങ്കര പ്രശ്നമില്ല, മെഡിക്കൽ കിട്ടാനൊക്കെ ആയിട്ട്. മെഡിക്കൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാത്തിനും ബുദ്ധിമുട്ടുകളാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ആയി, മെഡിക്കൽ കവറേജാണ്, എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ 99% നമ്മൾ നിയമപരമായിട്ട് പോകാൻ വേണ്ടി നോക്കും. നിയമപരമായിട്ട് പോകാൻ വേണ്ടി നോക്കി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള 1% കൊണ്ട് നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് നോക്കാം. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തും, അതാണ്. പിന്നെ മാക്സിമം നമ്മൾ ചൊറകൾ എടുത്തിട്ട് വലിക്കാതിരിക്കുക. ആക്ച്വലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പം ഭയങ്കര ഒരു ഹാപ്പി മോർണിംഗ് ആണ്. രാവിലെ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തലേ കയറി, പോസിറ്റീവ് എനർജി കയറി. ഐ എം സോ ഹാപ്പി. ഇനി നമുക്ക് ഖത്താർ എയർവേസിലെ 12 മണിക്കൂർ വിയ ഖത്തർ. അപ്പം നമുക്ക് വിടാം ന്യൂയോർക്കിലേക്ക്. ഇപ്പോൾ നമ്മൾ JFK എത്തി. JFK എന്ന് വെച്ചാൽ ന്യൂയോർക്ക് JFK എയർപോർട്ട് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ഫസ്റ്റ് US വന്നത് ഈ ഒരു എയർപോർട്ടിലാണ്.
അങ്ങനെ ഇപ്പോൾ സമയം 8:50 കേട്ടോ. അപ്പം ടെർമിനൽ 8-ലുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ, താങ്ക് യു ഫോർ ദ ഫുഡ്, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. അടുത്ത തവണ വരുമ്പം കാണാം. ഷുവർ. താങ്ക് യു ബ്രോ. നമുക്ക് ലോകത്തിൻ്റെ ഏത് മൂലക്കുപോയാലും നമ്മളെ സ്നേഹിക്കുന്ന ഇതേപോലത്തെ ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം കേട്ടോ. സീരിയസ്ലി. അപ്പോൾ എനിക്ക് ഇന്നലെ അവർ നല്ല ഫുഡൊക്കെ തന്നു, നല്ല ചോറും പരിപ്പൂരൊക്കെ തന്നു. അത്താഴത്തിന് ടൈം കറക്റ്റായിട്ട് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ ഖത്തർ എയർവേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റിങ്ങിന് നോമ്പ് തീരാറായി. ഇനിയിപ്പം കുറച്ച് നോമ്പുകൾ ബാക്കിയുള്ളൂ. അപ്പം അറിയാം, ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നോമ്പ് എടുത്തില്ലായിരുന്നു. കാരണം ട്രാവലിംഗ് ടൈമിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ 1-2 നോമ്പ് മാത്രമേ ബാക്കിയുള്ളൂ. മിസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചെക്കിങ് ആയിട്ട് എന്നിട്ടാണ്. എയർപോർട്ടിനകത്ത് ഏകദേശം ഫുള്ള് കാലിയാണ്, ആരുമില്ല. ചെക്കിൻ സമയത്തും അവിടെ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഫുള്ള് കാലിയാണ്. അപ്പം എനിക്ക് 12 മണിക്കൂർ ഫ്ലൈ ആണ്. ഞാനത് എൻജോയ് ചെയ്യട്ടെ. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആ ഒരു സെയിം ഫ്ലൈറ്റിൻ്റെ ഒരു ഞാൻ കാണിച്ചിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും സെയിം കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. കുറച്ച് ദിവസം നമ്മൾ US ട്രിപ്പ് അങ്ങനെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഒന്നാമത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം. അത് വേറെ തന്നെ സന്തോഷം കേട്ടോ. നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഹാപ്പി മൊമെൻറ്റാണ്. അതാണ് ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇപ്പം കണ്ടല്ലോ, നമ്മളെ ബിനോയ് ബ്രോ ഹോസ്റ്റ് ചെയ്തു, ഇവർ ഹോസ്റ്റ് ചെയ്തു, എല്ലാവരും ഫാമിലി ആയിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്നതും. കാരണം അത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് കൂടി അവർ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ മനസ്സിലായിക്കോ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മുടെ പോലീസുകാരനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, മറന്നു വരുത്. അപ്പം അടിപൊളി വീഡിയോസൊക്കെ വരാനുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം, കൂടെ നിൽക്കണം. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.